Hello dear students, the next topic we are going to discuss is subgraph. So look down the example. There exists three graph G, graph H, graph H dash. Okay, അപ്പം നമ്മൾ ഈ എച്ച് എന്ന് പറഞ്ഞ ഗ്രാഫിനെ കൺസിഡർ ചെയ്യുമ്പോൾ എച്ചിലുള്ള എല്ലാ വേർട്ടീസസും V1, V4, V5 എവിടെയുണ്ട്? നമ്മുടെ ജിയിലുണ്ട്. അതിലുള്ള എല്ലാ വേർട്ടീസസും ജിയിലുണ്ട്. ദെൻ ഇവിടെ E5 എടുക്കുവാണെങ്കിൽ അതിൻ്റെ എൻഡ് വേർട്ടീസസ് V1, V5, ഇവിടെ അതുപോലെ V1, V5. ഓക്കെ, ഇനി ഇവിടെ E4 എടുക്കുവാണെങ്കിൽ അതിൻ്റെ എൻഡ് വേർട്ടീസസ് V1, V5 ജിയിലും അതുപോലെ. ദെൻ E8 എടുക്കുവാണെങ്കിൽ അതിൻ്റെ എൻഡ് വേർട്ടീസസ് V5, V4 ആൻഡ് ഹിയർ ആൾസോ V4, V5. സോ ഹിയർ ദ ഗ്രാഫ് H ഈസ് considered as a subgraph of the main graph G. അപ്പോൾ ഒരു ഗ്രാഫിനെ ഒരു മെയിൻ ഗ്രാഫിൻ്റെ സബ്ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫിലുള്ള എല്ലാ വേർട്ടീസസും എഡ്ജസും നമ്മുടെ മെയിൻ ഗ്രാഫിലും ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ എഡ്ജിൻ്റെ എൻഡ് വേർട്ടീസസും മെയിൻ ഗ്രാഫിലെ എൻഡ് വേർട്ടീസസും സെയിം ആയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ ഒരു ഗ്രാഫിനെ വി ക്യാൻ സേ ദാറ്റ് എ ഗ്രാഫ് ഈസ് എ സബ്ഗ്രാഫ് ഓഫ് അനദർ ഗ്രാഫ്. സോ ഹിയർ എച്ചിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മെയിൻ ഗ്രാഫ് ജിയിലുള്ളത് കൊണ്ട് എച്ച് ഈസ് എ സബ്ഗ്രാഫ് ഓഫ് ജി. ദെൻ എച്ച് ഡാഷ് കൺസിഡർ ചെയ്യുമ്പോൾ എച്ച് ഡാഷിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എച്ചിലുള്ളത് കൊണ്ട് എച്ച് ഡാഷ് ഈസ് ഓൾസോ എ സബ്ഗ്രാഫ് ഓഫ് ജി ആൻഡ് ഫർദർ ഇറ്റ് ഈസ് എ സബ്ഗ്രാഫ് ഓഫ് ജി ആൾസോ. So moving on to the definition, a graph H is said to be a subgraph of a graph G if all the vertices and all the edges of H are in G, must be in G, and each edge of H have the same end vertices as that in the G. ഓക്കെ, ഒരു ഗ്രാഫിനെ വേറൊരു ഗ്രാഫിൻ്റെ സബ്ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ഗ്രാഫിൻ്റെ എല്ലാ വേർട്ടീസസും എഡ്ജസും നമ്മുടെ മെയിൻ ഗ്രാഫിൽ സെക്കൻഡ് ഗ്രാഫിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു എഡ്ജ് എടുക്കുവാണെങ്കിൽ ആ എഡ്ജിലുള്ള എൻഡ് വേർട്ടീസസും രണ്ട് ഗ്രാഫിലും സെയിം ആയിരിക്കണം. സോ ദ ഫസ്റ്റ് ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി എ സബ്ഗ്രാഫ് ഓഫ് ദ സെൻറ്റർ. ദെൻ സം ക്യാരക്ടറിസ്റ്റിക്സ്. എവറി ഗ്രാഫ് ഈസ് ഇറ്റ്സ് ഓൺ സബ്ഗ്രാഫ്. നമ്മളിപ്പോൾ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എഴുതുമ്പോൾ എവരി സെറ്റും ആ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റ് എന്ന് പറയുന്ന പോലെ എല്ലാ ഗ്രാഫും ആ ഗ്രാഫിൻ്റെ തന്നെ സബ്ഗ്രാഫാണ്. എ സബ്ഗ്രാഫ് ഓഫ് ജി ഈസ് എ സബ്ഗ്രാഫ് ഓഫ് ജി ഗ്രാഫ്. സോറി, മിസ്റ്റേക്കിലൂടെ സബ്ഗ്രൂഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സബ്ഗ്രാഫ്. സോ ദ സെക്കൻഡ് പോയിന്റ്, എ സബ്ഗ്രാഫ് ഓഫ് ജി ഈസ് ഓൾസോ എ സബ്ഗ്രാഫ് ഓഫ് ജി. അതായത് എ സബ്ഗ്രാഫ് which is a subgraph of G is also a subgraph of a subgraph of G is also a subgraph of G. അതായത് ജിയുടെ സബ്ഗ്രാഫ് ഇവിടെ എച്ച്, ആ എച്ചിൻ്റെ സബ്ഗ്രാഫ് എ സബ്ഗ്രാഫ് വിച്ച് ഈസ് എ സബ്ഗ്രാഫ് ഓഫ് ഗ്രാഫ് ജി. ജി എന്ന് പറഞ്ഞ ഗ്രാഫിൻ്റെ സബ്ഗ്രാഫ് എന്ന് പറയുന്നത് ആരുടെയും ഗ്രാഫായിരിക്കും? ജിയുടെയും ഗ്രാഫായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ എച്ച് ഡാഷ് എന്ന് പറയുന്നത് എച്ചിൻ്റെ മാത്രമല്ല ജിയുടെയും സബ്ഗ്രാഫാണ്. ദെൻ ഒരു സിംഗിൾ വേർട്ടെക്സിനെ നമുക്കൊരു സബ്ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു സിംഗിൾ എഡ്ജിനെ നമുക്കൊരു സബ്ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യാം. എ സിംഗിൾ വേർട്ടെക്സ് ഇൻ എ ഗ്രാഫ് ഈസ് ഓൾസോ എ സബ്ഗ്രാഫ്. എ സിംഗിൾ എഡ്ജ് ഇൻ എ ജി ടുഗദർ വിത്ത് കറസ്പോണ്ടിങ് എൻഡ് വേർഡ് ഈസ് ഓൾസോ എ സബ്ഗ്രാഫ്. സോ ദീസ് ആർ ദ 4 പ്രോപ്പർട്ടീസ് ഓഫ് എ സബ്ഗ്രാഫ്. എല്ലാ ഗ്രാഫും ആ ഗ്രാഫിൻ്റെ തന്നെ സബ്ഗ്രാഫാണ്. ഒരു സിംഗിൾ വേർട്ടെക്സ് ഒരു സബ്ഗ്രാഫാണ്, ഒരു സിംഗിൾ എഡ്ജ് മാത്രമേ ഉള്ളെങ്കിൽ അതൊരു സബ്ഗ്രാഫാണ്. ആൻഡ് എ സബ്ഗ്രാഫ് ഓഫ് ജി ഈസ് ഓൾസോ എ സബ്ഗ്രാഫ് ഓഫ് ജി. Then there exists 2 types of subgraph, edge disjoint subgraph and vertex disjoint subgraph. അപ്പോൾ ഇത് നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ്ഗ്രാഫ് മീൻസ് ഒരു ഗ്രാഫിന് ഒരുപാട് സബ്ഗ്രാഫ്സ് കാണും. ആ ഗ്രാഫ്സിനെ നമുക്ക് എഡ്ജ് ഡിസ്ജോയിൻറ്റ് എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ സബ്ഗ്രാഫിലൊന്നും കോമൺ ആയിട്ട് എഡ്ജ് ഉണ്ടായിരിക്കാൻ പാടില്ല. ദെൻ ഗ്രാഫിനെ നമുക്ക് വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ്ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ സബ്ഗ്രാഫിലൊന്നും കോമൺ ആയിട്ട് ഒരു ഒറ്റ വേർട്ടെക്സ് പോലും ഉണ്ടായിരിക്കാൻ പാടില്ല. So, 2 subgraph G1 and G2 of a graph G is said to be edge disjoint if G1 and G2 do not have any edges in common.
Likewise, two subgraph G1 and G2 of a graph G is said to be vertex disjoint if the G1 and G2 do not have any vertex in common. Example, consider a graph G. Consider two subgraph G1 and G2. G1 എന്ന് പറയുന്നത് ഏത് പോർഷനാണ്? അതാണ്ട് ഈ പോർഷൻ. ദെൻ G2 എന്ന് പറയുന്നത് ഈ പോർഷനുമാണ്. G2 ഇതും G1 ഇതും. സോ രണ്ടും നമ്മുടെ ജിയുടെ തന്നെ സബ്ഗ്രാഫാണ്. ഇനി രണ്ടിനും കോമൺ ആയിട്ട് എന്തില്ല? വേർഡ്സസും ഇല്ല, എഡ്ജസും ഇല്ല. സോ ബോത്ത് ഓഫ് ദീസ് ടു സബ്ഗ്രാഫ് ആർ എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ്ഗ്രാഫ് ആൻഡ് വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ്ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.